കഴിഞ്ഞ ദിവസങ്ങളിൽ യു കെയിലെ മാധ്യമങ്ങൾ തീ പിടിച്ച പോലെ പുറത്തുവിട്ട ഒരു കാര്യമാണ് ഈ ഒരു ന്യൂസ്. ഓക്കെ, ന്യൂ IRA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീവ്രവാദ സംഘടന യു കെയിൽ സിവിൽ വാർ ഉണ്ടാക്കാനായി ശ്രമിക്കുന്നു, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവനയോ ഒരു വീഡിയോ പുറത്തു വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അയർലൻഡിലും നോർത്തേൺ അയർലൻഡിലും ഒരു സിവിൽ വാറിനുള്ള തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിലാണ് ന്യൂസുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ കുറച്ച് നാളുകളായിട്ട് യു കെയിൽ സിവിൽ വാറിനെ കുറിച്ചുള്ള ചർച്ചകൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് വലിയ ഒരു അറ്റൻഷൻ കിട്ടി വരുന്നൊരു സാഹചര്യം ഇല്ല, വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് ഇന്നത്തെ ഈ ദിവസങ്ങളിലെ ന്യൂസുകൾ ആണ് കൂടുതലും ഈ സിവിൽ വാർ എന്നുള്ള ടോക്ക് കൂടുതലായിട്ട് ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. സോ ഗൈസ്, നമുക്കും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയിരിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം. അതിവിടേക്കാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. സ്വാഗതം. നമ്മളിവിടുത്തെ യു കെയിലുള്ള ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ, അതേമാത്രമല്ല ഇവിടെ മറ്റ് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. ഇങ്ങനെയുള്ള നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്താണോ അത് മാത്രമേ അല്ലാതെ നമ്മൾ വല്ല ടോപ്പിക്കുകൾ എടുത്തിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാറില്ല പൊതുവേ. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ന്യൂ IRA ഇൻ സിവിൽ വാർ പ്ലാൻ ടു ഡ്രൈവ് മൈഗ്രന്റ് ഔട്ട് ഓഫ് അയർലൻഡ്. അതായത് അയർലൻഡിൽ നിന്ന് മൈഗ്രൻസിനെ പുറത്താക്കാനുള്ള, അല്ലെങ്കിൽ പുറത്താക്കിയില്ലെങ്കിൽ ഒരു സിവിൽ വാറിനുള്ള ഒരു ഭീഷണി എന്നുള്ള രീതിയിലാണ് ഈ ഒരു ന്യൂസുകൾ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ന്യൂസ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏകദേശം ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ ഈ ഒരു ടോപ്പിക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, എന്തിനാണ് വെറുതെ പാനിക് ആക്കുന്നതെന്നുള്ളതില്ല. ബട്ട് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാരണവശാലും ക്ലിയർ ആയിട്ട് പറയാം, ഇതിൽ ആരും പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഇതിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇത് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു പോസ്റ്റ് ന്യൂ IRAയുടെ പോസ്റ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഓക്കെ, അതുമല്ല ഇവിടുത്തെ ഇൻ്റലിജൻസ് ബ്യൂറോ പരിപാടികളൊക്കെ ഇതിന് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് കൂടുതലെടുത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാർ റൈറ്റ് ടീമുകളാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരാണ് ഈ പോസ്റ്റുകൾ കൂടുതൽ ഷെയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒരു പാനിക് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളെ ഓൾറെഡി അറിയാമല്ലോ, ഒരു ആൻറ്റി ഇമിഗ്രൻറ്റ് സെൻറ്റിമെൻറ്റിലൂടെയാണ് ഈ കൺട്രീസ് മാത്രമല്ല യൂറോപ്പും വെസ്റ്റേൺ കൺട്രീസും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള ചില ന്യൂസുകളാണ് ഇവർ അടിച്ചു വിട്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻ്റലിജൻസ് ബ്യൂറോയുടെയും ഗവൺമെൻറ്റിൻ്റെയും റിപ്പോർട്ട് അനുസരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മീഡിയ എക്സാഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ന്യൂസുകൾ മാത്രമാണ്. ഓക്കെ, ഇതിനകത്ത് അധികം പാനിക് ആവേണ്ട ഒരു സാഹചര്യമില്ല. എല്ലാ സ്ഥിതിഗതികളും ഇവിടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ന്യൂസുകളോ മറ്റ് ന്യൂസുകളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പാനിക് ആവേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, ഇത് നോർത്തേൺ അയർലൻഡും ബേസ് ചെയ്തിട്ട് നമുക്കറിയാം. റീസെൻ്റ്ലി ഈ നോർത്തേൺ അയർലൻഡിലും കൂടുതൽ, അതായത് ലാസ്റ്റ് ഒരു 2-3 വർഷം എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സംഘർഷവും ഏറ്റവും കൂടുതൽ അക്രമവും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം നോർത്തേൺ അയർലൻഡുമാണ്. അത് കൂടുതലും മൈഗ്രൻസിനെ ചുറ്റിപ്പറ്റി. ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള അറിയാലോ, ഒരു മൈഗ്രൻ്റ് ഒരു ആളെ കുത്തി, അതായത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു ഐറിഷുകാരനെ അല്ലെങ്കിൽ നോർത്തേൺ അയർലൻഡിൽ ഒരാളെ കുത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രക്ഷോഭം മൈഗ്രൻസിനെ ടാർഗറ്റ് ചെയ്ത് മാത്രം ആക്രമിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രക്ഷോഭങ്ങൾ അവിടെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിനെ കൂടുതൽ ആളിക്കെത്തിക്കാനുള്ളൊരു പദ്ധതിയാണ്. എന്നാൽ ഈ ന്യൂ IRA എന്ന് പറഞ്ഞിട്ടുള്ള മെമ്പേഴ്സിന് വെറും ഒരു ഗ്രൂപ്പിന് 100 മെമ്പേഴ്സേ ഉള്ളൂ എന്നാണ് ഇവിടുത്തെ മറ്റ് ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും ഇവിടെ നടക്കാനും പോകുന്നില്ല. ബട്ട് ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം വളരെ ആക്റ്റീവായിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് മുഖംമൂടിയൊക്കെ ആയിട്ട് തോക്കെടുത്തിട്ട് വന്നിട്ട് കുറച്ച് ആൾക്കാർ ഇതിന് ഭീഷണിപ്പെടുത്തുന്നത്, ഇവിടുത്തെ ഇമിഗ്രൻസിനെ പുറത്താക്കാനും പറഞ്ഞിട്ടുള്ള ഒരുപാട് ഭീഷണി പരിപാടിയൊക്കെ വരുന്നില്ല. അവന്മാർ തന്നെയാണ് ഇവന്മാർ. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് ഒന്നും പ്രത്യേകിച്ച് നടക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ട് ഒരുപാട് ന്യൂസ് ചാനലുകൾ ഇതേപോലെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം, ഒരു സിവിൽ വാർ എന്നുള്ളൊരു സംഭവം ചർച്ചയാണ്. ഓക്കെ, അതിപ്പോൾ എല്ലാ രാജ്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു സിവിൽ വാറിനെ കുറിച്ച് ചർച്ചകൾ എല്ലാ രാജ്യത്തിലും നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് പോകുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് മൈഗ്രൻസ് ഇവിടെ വന്ന് മര്യാദയ്ക്ക് ജീവിച്ചും ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, പക്ഷെ ഇവിടെ വരുന്ന ഈച്ച് ആൻഡ് എവരി മൈഗ്രൻസ്, അതായത് എല്ലാ കൺട്രിക്കാരും, ഇനി ഇന്ത്യക്കാരെടുക്കുകയാണെങ്കിൽ തന്നെങ്കിൽ എല്ലാ സംസ്ഥാനത്തിലുള്ളവർക്കും
അതിനകത്തൊരു പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ആരും നിഷേധിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പക്കാ സൈലൻ്റ് ആയിട്ട് ഇവിടെയുള്ള നമ്മുടെ ജോലിയും ചെയ്ത് ഇവിടത്തുള്ള ലൈഫും എൻജോയ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ നിങ്ങൾ നോക്കിയാൽ മതി, ലണ്ടൻ തൊട്ട് നിങ്ങൾ എഡിൻബർഗ് വരെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തിൽ നിന്ന് കടമെടുത്തിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പരിപാടികളും അത് എല്ലാ മതക്കാരും എല്ലാ സംസ്ഥാനക്കാരും ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എല്ലാ രാജ്യക്കാരും, അതായത് ഇവിടേക്ക് കുടി കയറിയിട്ടുള്ള എല്ലാ രാജ്യക്കാരും അതേപോലെയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു മൾട്ടി കൾച്ചറിസം എന്നൊക്കെ ഒരു സമയത്ത് ബ്രിട്ടനെ പറഞ്ഞ് പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ, അതിപ്പോഴും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റ് കടന്ന് കയറി പോകുന്നതാണ് മെയിൻ ഒരു പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ടിട്ടാണ് പല വിദഗ്ധന്മാരും ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ സിവിൽ വാർ അതെല്ലാ രാജ്യത്തുണ്ട്. യൂറോപ്പിലാവട്ടെ മറ്റ് ഇന്ത്യയിലാവട്ടെ എല്ലാവിടെയും പല രാജ്യങ്ങളിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉടലെടുക്കുന്നു ഇല്ലെങ്കിൽ ഉടലെടുത്തേക്കാം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വന്നിട്ട് ഈ അടുത്ത ന്യൂസുകൾ ഒരുപാട് ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ ഇതൊക്കെ വരുന്നല്ല, അങ്ങനെയല്ല. ഇതൊരു സിറ്റുവേഷൻ വന്നേക്കാം എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, അവോയ്ഡ് ചെയ്യേണ്ട സാഹചര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും ഇപ്പോൾ ഇവിടുത്തെ എല്ലാവരും നമ്മുടെ പരിപാടി എൻജോയ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പലരും ഘോഷിക്കുന്നുണ്ട് പല പരിപാടികളും അല്ലേ. ഈ എൻജോയ് ചെയ്യുന്ന പരിപാടികൾ സോഷ്യൽ മീഡിയയിലൂടെ എത്തുമ്പോൾ പുറത്ത് ഇത് എൻജോയ് ചെയ്യാത്ത ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അത് മറ്റ് ഗ്രൂപ്പുകൾ ഹൈജാക്ക് ചെയ്ത് അതിനെ വേറെ രീതിയിലേക്ക് അതിനെ ചിത്രീകരിച്ച് നമുക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്കാർക്കെതിരെ ഹേറ്റ് വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ അതും ISI ബന്ധമുള്ള പല സംഘടനകളും നമ്മുടെയൊക്കെ ഇന്ത്യക്കാരുടെയൊക്കെ ഓരോ വീഡിയോസ് എടുത്തിട്ട് അതിനെ ആൾട്ടർ ചെയ്ത് പല രീതിയിൽ പ്രചരിപ്പിച്ച് നമുക്കെതിരെ വെറുപ്പ് സമ്പാദിച്ചു തരുവാണ്. എല്ലാ രാജ്യത്തിലും ചെയ്യുന്നുണ്ട്. അതിന് പ്രോപ്പർ ഫണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് ടീമുകളും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ഹെയ്റ്റ് വർദ്ധിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ ഹെയ്റ്റ് വർദ്ധിച്ചിട്ട് ഇപ്പോൾ അയർലൻഡിലും നോർത്തേൺ അയർലൻഡിലും ഇങ്ങനൊരു പ്രസ്താവന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു സൂചനയാണ്. നമ്മൾ ഇപ്പം തള്ളിക്കളയാം, നമുക്കത് നടക്കില്ല, പ്രശ്നം ഉണ്ടാവില്ല, അത് തള്ളിക്കളയാം. പക്ഷെ അത് ഫ്യൂച്ചറിലേക്ക് അത് വലിയ തോതിലേക്ക് വളരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ എല്ലാം ഇത് ഞാൻ പണ്ട് തൊട്ട് ഇവിടെ മലയാളികൾ ഇല്ലെങ്കിൽ എല്ലാ രാജ്യക്കാരും ഇവിടെ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത് ഒരു ഇമിഗ്രേഷൻ്റെ ഒഴുക്ക് കൂടിയപ്പോൾ, ബോറിസിൻ്റെ സമയത്ത് ഇമിഗ്രേഷൻ്റെ ഒഴുക്ക് കൂടിയപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് കൂടിയത് മാത്രമല്ല, കൂടുന്നതിനൊന്നും പ്രശ്നമില്ല. ഇവിടെ വരുന്നതിനോ വർക്ക് ചെയ്യുന്നതിനോ പോകുന്നതിനോ ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ പല സംവിധാനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് അത് കൊട്ടി ആഘോഷിക്കുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റും കഴിഞ്ഞിട്ട് തെരുവുകളിലൂടെയും മറ്റ് സ്ഥലങ്ങളിലൂടെയൊക്കെ മയക്കും വെച്ച് പല പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വിഭാഗം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അത് നിങ്ങൾ എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇതാണ് സത്യം. നിങ്ങൾ എത്ര തെറി പറഞ്ഞാലും അത് തന്നെയാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സിവിൽ വാർ എന്നുള്ള സംവിധാനത്തിന് ഉപരി ഇവിടെ ഒരു ഹെയ്റ്റ് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കുറേ പരിപാടികളാണ്, നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. ഇപ്പം ന്യൂ IRA എന്നൊരു സംഘടന ഒരു ഈർക്കലിപ്പടക്കമാണോ എന്ന് വിചാരിക്കുക. അതിന് 100% ഇവിടുത്തെ ഇവിടുത്തെ സിസ്റ്റം അത് ഒതുക്കി തീർക്കും. പക്ഷേ ഈ ഹെയ്റ്റ് വർദ്ധിച്ചിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കലാപങ്ങൾ അത് റെഗുലറായിട്ട് തുടർന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മാത്രമെങ്കിലും ചിന്തിച്ചാൽ മതി. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ